നിങ്ങൾക്കൊരു കാര്യം അറിയോ? നമ്മൾ സൗണ്ട് ഉണ്ടാക്കാതെ എന്തെങ്കിലും പറയുമ്പം ഞാൻ ആ പറഞ്ഞ കാര്യം തന്നെ ആയിട്ടാണോ നിങ്ങൾക്കത് തോന്നുന്നത്? ഞാനിപ്പോൾ ഒരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിട്ടാണ് അത് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് അക്ബർ ഒരു വാക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. സൗമാൻ പറഞ്ഞുകൊണ്ട് എനിക്കത് മനസ്സിലായില്ല എന്തുവന്ന്. അപ്പോൾ നെവിൻ ഇരുന്നിട്ട് വേറെ എന്തോ പറഞ്ഞു. അപ്പോൾ അക്ബർ പറഞ്ഞ് ഞാൻ പറഞ്ഞ അതൊന്നുമല്ല. ഇവൾക്ക് എന്ത് വേണമെങ്കിലും എന്നെ പറയാം, എന്നെ കാണ്ടാമൃഗമെന്ന് വിളിക്കാം, എന്നെ മറ്റേത് പറയാം, മറിച്ചേത് പറയാം. പക്ഷെ ഞാൻ അവളെ പ്രൊവോക്ക് ചെയ്യാൻ പാടില്ല. അതെവിടെ നടക്കുന്നൊരു കാര്യമാണ്? അനുമോളെ പറ്റി മാത്രമേ അക്ബറിന് പറയാനുള്ളൂ. അക്ബർ ആയാലും നെവിനായാലും ആര്യനായാലും ഈ ഒരു കണ്ടസ്റ്റൻറ്റിന് മാത്രം പറ്റിയേ പറയാനുള്ളൂ. ഒരു ദിവസത്തിൻ്റെ ഏകദേശം ഒരു മുക്കാൽ ഭാഗം, ഒരു ദിവസത്തിൻ്റെ പകുതിയിലേറെ സമയവും ഇവർ ഈ ഒരു കണ്ടസ്റ്റൻറ്റിനെ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ വേറെ എത്രയോ കണ്ടസ്റ്റൻ്റ് ഉണ്ട്. പ്രൊവോക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവരെ പറ്റി പറയാം, അല്ലെങ്കിൽ മറ്റു ടാസ്കുകളെ പറ്റി പറയാം, അല്ലെങ്കിൽ മറ്റുള്ളവർ കാണിക്കുന്ന തെറ്റും കുറ്റങ്ങളും ഒക്കെ പറയാനായിട്ട് ബാക്കിയുള്ള എത്രയോ പേരുണ്ട്. അവരുടെ ആരുടെയും പേര് ഇവർക്ക് പറയണ്ട. ഈ ഒരു വ്യക്തിയെപ്പറ്റി മാത്രമാണ് ഇവർ 3 പേരും പറയുന്നത്. ഈ അക്ബറും ആര്യനും നെവിനും ഒക്കെ എനിക്ക് തോന്നുന്നു ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അഖിൽ മാരാറിൻ്റെ ആ ഒരു സീസണിൽ അഖിൽ മാരാർ ഏറ്റവും കൂടുതൽ പ്രൊവോക്ക് ചെയ്യുകയും പ്രശ്നം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തത് നമ്മുടെ ശോഭാ വിശ്വനാഥുമായിട്ടാണ്. അത് 100 ദിവസം പിന്നിട്ടപ്പം അവർ ലാസ്റ്റ് വന്നപ്പോൾ എന്തായി? അഖിൽ മാരാർ വിന്നറായി. അപ്പോൾ ഇവരുടെ മനസ്സിൽ തോന്നുന്നതായിരിക്കും ശോഭാ വിശ്വനാഥിനെ പോലുള്ള ഒരു വ്യക്തിയായിരിക്കും അനുമോളെന്നാണോ ഇവർ കരുതുന്നത്? ഇവരങ്ങനെ വിചാരിച്ചിട്ടാണോ ഈ ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്നത്? ഇവർ വിചാരിച്ചിരിക്കുന്നത് ഇവർക്ക് പുറത്ത് ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളും അഖിൽ മാരാരെ പോലെ കിട്ടുമെന്നാണോ ഇവർ വിചാരിക്കുന്നത്? 2 വ്യത്യസ്ത വ്യക്തികളാണ്. ശോഭാ വിശ്വനാഥ് ഏതാ, നമ്മുടെ അനുമോൾ എവിടെ? പബ്ലിക് ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ? ഇവർ തിരിച്ചിറങ്ങി വരുമ്പം ഈ കമൻറ്റ് ബോക്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ അവസ്ഥ എന്താണ്? എന്തോരം കമൻറ്റുകളാണ് ഇവർക്കെതിരെ വരുന്നത്, എത്ര നെഗറ്റീവ് കമൻറ്റുകൾ. ഇതൊക്കെ വായിക്കുമ്പോഴുള്ള ഇവരുടെ അവസ്ഥയാണ് മനസ്സിലാവാത്തത്. എന്ത് ചെയ്യും? ഇവർക്ക് ഇപ്പോഴും വൈൽഡ് കാർഡായിട്ട് വീട്ടിൽ നിന്ന് കുറേ ആൾക്കാർ വന്ന് എന്തായാലും അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമേ. അപ്പോൾ അതനുസരിച്ചിട്ടെങ്കിലും ബാക്കിയുള്ള ദിവസം ഇവർക്ക് നിൽക്കാമായിരുന്നു. സ്വന്തം വീട്ടിൽ നിന്ന് ആൾക്കാർ വരാഞ്ഞിട്ട് പോലും അവരുടെ പ്രതിനിധി എന്നോണം വേറെ 2 പേര് വന്ന വ്യക്തികളാണ് ആതിരയും നൂറയും. പക്ഷേ അവർ പോലും വന്നിട്ട് ആതിരയ്ക്കും നൂറയ്ക്കും ഐഡിയാസ് കൊടുത്തതിൻ്റെ പുറത്താണ് അവർ തപ്പിയും പറക്കിയും അനുമോളുടെ പുറകെ നടന്ന് നിന്ന് ഇത്രയും ദിവസം അവരുടെ പിടിച്ചിരുന്നു. ഇവിടെ ഇതുവരെ അനങ്ങാതിരുന്ന നൂറയാണ് ഈ ടിക്കറ്റ് ഫിനാലെ ടാസ്കിനകത്ത് മാത്രം വിജയിച്ചിട്ട് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ടിക്കറ്റ് ഫിനാലെ കിട്ടിക്കഴിഞ്ഞാൽ 100 ദിവസം 100 അവിടെ ഉണ്ടാവുമെന്നുള്ളതാണ് വേറൊരു സത്യം. അങ്ങനെ പോലും ഇവർ ചിന്തിച്ചില്ലല്ലോ.